ധൈര്യം ഉണ്ടെങ്കിൽ ചോദിക്കാന്ന് പറയുന്നത്. എന്നാ ഞാൻ തന്നെ ആദ്യം ചോദിക്കാം. ഇന്നസെന്റ് ഏട്ടാ, ഞാൻ കാണുമ്പോ മുതൽ ഇന്നസെന്റ് ഈ ജുബയാണ് കാണുമ്പോ മുതലൊന്നും ഈ ജുബയല്ല, കുട്ടിക്കാലം മുതലല്ല, സിനിമയിൽ വന്നതിന് ശേഷമുള്ള ആ കാലഘട്ടത്തിൽ ജുബ. എന്താണ് ഈ ജുബയുടെ രഹസ്യം? നമ്മൾ ഈ സിനിമാ നടനാവുമ്പോഴേ ചില സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ ഈ ആരാധകര് ഡ്രസ്സൊക്കെ വലിച്ചിട്ട് ഓടിപ്പോകും. അപ്പൊ മുണ്ടൊക്കെ വലിച്ചിട്ട് ഓടിപ്പോയാലും നമുക്ക് ഇത്രയും ഇറക്കമുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഇങ്ങനെ പോകാം. നിങ്ങളെല്ലാവരും രൂപയാക്കണമെന്നാണ് എന്തായാലും ഇതുപോലുള്ള ശ്രുതി നിറഞ്ഞ ചോദ്യങ്ങൾ നിങ്ങൾ ധൈര്യമായിട്ട് ചോദിക്കാം. നമുക്ക് കിട്ടിയിരിക്കുന്ന നല്ലൊരു അവസരമാണ്. ആരാ ചോദിക്കുന്നത്? തൃശ്ശൂർ ഭാഷയിലെ ഒരു 2 ഡയലോഗ്. അതിപ്പോ എന്തിനാ അതൊക്കെ ആവശ്യമില്ലാത്ത കാര്യം. എനിക്കത് അവർ ചോദിക്കുന്നത് ആ ഞാൻ സിനിമയിൽ എങ്ങനെ പറയണമെന്ന് മാത്രമേ ഉള്ളൂ. സ്ഥിരം തൃശ്ശൂർ ഭാഷയല്ല. നല്ല രസമുണ്ട്. എല്ലാ രാജ്യക്കാരെ കളിയാക്കാനുള്ള സുഖമുണ്ട് പറയാ. പ്രാഞ്ചേട്ടനിലെ ഡയലോഗ് ആയിരിക്കും അവർ ഉദ്ദേശിക്കുന്നത്. അത് അതിനൊരാളവിടെ നിർത്തിയിട്ടുണ്ട്. പ്രാഞ്ചേട്ടന്റെ ഡയലോഗ് പറഞ്ഞേ. എനിക്ക് ധൈര്യം ഉണ്ടെങ്കിൽ പറ. കാരണം ഇത്രയും അടുത്ത് എനിക്ക് കിട്ടിയില്ല ഇയാളെ. ഇന്നത്തോടു കൂടി എന്നെ ഇമിറ്റേറ്റ് ചെയ്യുന്ന പരിപാടി ഞാൻ നിർത്തും. നോക്കട്ടെ. ഇത് വെച്ചുകൊണ്ട് ഞാൻ നസ്രാനികളുടെ മുഖത്തടിക്കുന്നില്ല. കാരണം എന്താ മനസ്സിലായിട്ടെ, ഞാനൊരു വർഗീയ കലാപം ഉണ്ടാക്കുന്നുണ്ട്. ശരി, ഇവിടുന്ന് ചോദിക്കാട്ടോ. എന്താ ചോദിക്കാൻ കാത്തിരിക്കുകയാണ്. നന്നായി പോയത് ഇല്ലേ? നിങ്ങൾ അഭിനയിച്ച സിനിമയില് ഏറ്റവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പടം ഏതായിരുന്നു? ഇത് പല സ്ഥലങ്ങളിലും ചെല്ലുമ്പോഴും പല ആളുകളും നമ്മൾ നേരിട്ട് ആളുകൾക്ക് ചോദിക്കുന്നൊരു ചോദ്യമാണ്. നമ്മുടെ എല്ലാ മക്കളെയും ഇഷ്ടമാണ് എന്ന് പറയുന്നതും ഒരു ശരിയല്ല. കാരണം ചില പിള്ളേരെ കണ്ടാൽ നല്ല പൂശാൻ തോന്നുന്നു. മൂത്തതാണെങ്കിലും ഇളയതാണെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള കുട്ടികളുണ്ടാവും അല്ലേ? അതൊക്കെ വളരെ സത്യമാണ്. പക്ഷെ പറയുമ്പോൾ നമ്മൾ പറയും എല്ലാ മക്കളും ഒരുപോലെയല്ലേ എന്നൊക്കെ ചോദിക്കും. കള്ളുടീനായിരിക്കും മൂത്ത മകൻ. അപ്പോ എന്ന് പറഞ്ഞാലും നമുക്ക് ഇഷ്ടപ്പെട്ട സിനിമകൾ എന്ന് പറയുന്ന കുറച്ച് സിനിമകളുണ്ട്. മഴവിൽ കാവടി, ഗജകേസരി യോഗം, റാംജി റാവു സ്പീക്കിംഗ്, ദേവാസുരം, അതുപോലെ തന്നെ കാബൂളിവാല, ഇങ്ങനെയുള്ള ഒരുപാട് സിനിമകൾ നമുക്ക് ഇഷ്ടപ്പെട്ട. പിന്നെ ഗോഡ് ഫാദർ, മമ്മൂട്ടിയുടെ അച്ഛനായിട്ട് അഭിനയിച്ചിട്ടുള്ളൊരു സിനിമ ഉണ്ടായിരുന്നു. വേഷം, കിലുക്കം എന്ന് പറയുന്ന സിനിമയെ പറ്റി പലരും എന്നോട് ചോദിക്കാറുണ്ട്. അത് എങ്ങനെയാണ്, എന്താണ്? നമ്മളൊറ്റ കാര്യം മനസ്സിലാക്കിയാൽ മതി. എല്ലാവർക്കും അവരുടെ ബോസിന് ചീത്ത പറയണമെന്ന് ആഗ്രഹം. എല്ലാവരും. ഇപ്പൊ ഇവിടെ പ്രസിഡന്റ് ഉണ്ട്, സെക്രട്ടറി ഉണ്ട്. നമ്മൾ വെറുതെ ഈ പ്രദീപ് എന്ന് പറയുന്ന ആഗ്രഹം എന്ന് പറഞ്ഞതുപോലെ സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് എനിക്ക് എൻ്റെ മാഷ ചീത്ത പറയുന്ന ആഗ്രഹമുണ്ട്, മാഷ ചീത്ത പറയുന്ന ആഗ്രഹമുണ്ട്, മാഷക്ക് ഡിയോന് ചീത്ത പറയുന്ന ആഗ്രഹമുണ്ട്. ഇതുപോലെ തന്നെ ആണ് MLAക്ക് മന്ത്രി. അപ്പൊ അത് എല്ലാവരും മനസ്സിൽ ആഗ്രഹിച്ചിരിക്കുന്ന സമയത്താണ് നമ്മൾ ആ തിലകനെ ചീത്ത പറയുന്നത്. അപ്പൊ തിലകൻ ചേട്ടനാണെങ്കിൽ ഒരു പ്രത്യേക ടൈപ്പാണ്. തിലകൻ ചേട്ടന്റെ ഒരു പ്രത്യേക ഒരു ഇതുണ്ട്. തിലകൻ ചേട്ടനോട് നമ്മൾ ചോദിക്കാണ്, ചേട്ടാ ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുമ്പോ കുറച്ച് വെള്ളം, ഗ്ലാസ്സൊക്കെ ഉണ്ട്, കുറച്ച് വെള്ളം ഒഴിക്കട്ടെ. വെള്ളം ഒഴിക്കണമെങ്കിൽ ഞാൻ പറയാം ആശാനെ, ഇപ്പൊ എനിക്ക് വെള്ളം. അങ്ങനെ എല്ലാത്തിനും എതിരെ പറയുള്ളൂ എന്ന് വിചാരിച്ചിട്ട് അയാളൊരു കുഴപ്പക്കാരനല്ല. പക്ഷെ അങ്ങനെയാണ് അദ്ദേഹം ശീലിച്ചിട്ടുള്ളത്. ഞാനിപ്പോ അദ്ദേഹമായിട്ടൊരു പരസ്യം ചെയ്തിട്ട് വന്നിട്ടുള്ളൂ. കിലുക്കത്തിലെ അതേ കിട്ടുണ്ണിയായിട്ട് ഞാൻ ഒരു പരസ്യം ഇപ്പൊ ഞാൻ ചെയ്തു. അത് സിനിമയിലുള്ള ഒരുപാട്. ഇപ്പൊ ഈ അമ്മ എന്ന് പറഞ്ഞ സംഘടനയുടെ പ്രസിഡന്റായിട്ട് 12 വർഷമായി. എന്നൊക്കെ പുറത്ത് പറയില്ലെങ്കിൽ ജോഷി നീയും അതുപോലെ തന്നെ നല്ല വരുമാനമുള്ള നീ നല്ല തുക അടിച്ച് മാറ്റിക്കൊണ്ടിരിക്കുക. മനസ്സിലായി? അപ്പൊ
12 വർഷമായി, 4 ടേമാണ്, 3 കൊല്ലമാണ് ഓരോ പ്രാവശ്യം. ആദ്യത്തെ പ്രാവശ്യം സെക്രട്ടറി മമ്മൂട്ടിയായിരുന്നു, പിന്നെ മോഹൻലാലാണ്, ഇപ്പൊ സെക്രട്ടറി, പ്രസിഡന്റ് ഞാൻ തന്നെ. ഇനിയിപ്പോ ഈ ജൂണിലെ ഇലക്ഷനാണ്. എൻ്റെ കസേര, സത്യത്തിൽ ഈ കസേരയിൽ കയറിയിരുന്ന പിന്നെ അത് വിടണമെന്നൊരു താല്പര്യം തോന്നണില്ലേ? നമ്മുടെ രാജ്യത്തൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ, മുഖ്യമന്ത്രി ആയാലും മറ്റേ മന്ത്രി ആയാലും, മന്ത്രിയാവണം, MLA ആവണം, അതുപോലെ ചാടി എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഉടനെ അവിടെ ജഗദീഷ് കയറിയിരിക്കും, അല്ലെങ്കിൽ അതുപോലുള്ള ആരെങ്കിലും കയറി ഇരിക്കും. അതുകൊണ്ട് ഞാനത് വിടാതെ കൊണ്ടു നടക്കുന്നത് മാത്രമല്ല ഈ പ്രസിഡന്റ് സ്ഥാനം മകനെ ഏൽപ്പിക്കണമെന്നാണ് എൻ്റെ നമ്മുടെ നാട്ടിലുള്ള മന്ത്രിമാര് അതൊക്കെ തന്നെയല്ലേ ആഗ്രഹിക്കുന്നത്. എനിക്കും അത് ആഗ്രഹിച്ചാൽ ഇതൊക്കെ ഞാൻ ഞങ്ങളുടെ അമ്മയുടെ ജനറൽ ബോഡിയിൽ വെച്ച് പറയുന്ന കാര്യങ്ങളാണ്. എന്തുകൊണ്ട് അവരതൊക്കെ കേട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അവർക്കൊക്കെ എന്നോട് എന്തോ ഒരു ഇഷ്ടമാണ്. അവർക്ക് മനസ്സിലായിട്ടില്ല ഞാൻ കള്ളനാണെന്നുള്ളത്. എന്തെങ്കിലും അവർക്ക് മനസ്സിലാവും, അന്ന് എന്നെ പിടിച്ച് താഴ്ത്തിടും. ഈ മാലയിൽ എന്തെങ്കിലും ലക്ക് ഉണ്ടോ? ഈ മാലയിൽ ഒരു ലക്കൂല്ല. എന്നും ഇതിടുന്നതിന്റെ കാര്യം ഒരു കലാകാരനൊക്കെ അറിയാൻ വേണ്ടിട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ടൊന്നും. അപ്പൊ ഇയാള് വലിയൊരു കലാകാരൻ കേട്ടോ. ഈ ജുബിയൊക്കെ ആയിട്ട് നടക്കുമ്പോ ആൾക്ക് നല്ല മിടുക്കലും കാര്യങ്ങളൊക്കെ അറിയാം. ഒന്നും ഉണ്ടായിട്ടല്ല, ജനത്തിനെ പറ്റിക്കാൻ വേണ്ടി മാത്രം ഇട്ടിരിക്കുന്ന ഒരു മാലയാണ്. മാല വേണമെങ്കിൽ അങ്ങോട്ട് തരാം. ഞങ്ങളെ എന്നോട് ചോദിക്കണേ അങ്ങോട്ട് പോരട്ടെ എന്ന്. ഞാൻ ഇത് ഊരി ഇവിടെ കൊടുത്ത് അങ്ങോട്ട് ചെന്നാണ്ടല്ലോ. ആലീസ് അവിടെ ഇവിടെ ഇരിക്കുക, ഇവിടെ സിംഗപ്പൂരിൽ ഇരിക്കുക. അതൊരു ആള് ചോദിച്ചപ്പോ ഞാൻ കൊടുത്തു. അത് ശരി എന്നൊക്കെ ചോദിച്ചിട്ട് എന്റെ കുടുംബം കലക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കാൻ അടുത്ത്. ഇനി എന്താണ്? വരുമ്പോ ഒരു സീനില്ലേ, സിനിമയിൽ അഭിനയിച്ചു ഒന്നും എന്നോട് അഭിനയിച്ച് കാണിക്കാൻ. അത് വേറെ ഒന്നുകൊണ്ടല്ല, അതൊക്കെ ആ സമയത്ത് അങ്ങനെ ചെയ്തു പോകണമെന്ന് മാത്രമല്ല. എൻ്റെ ജീവിതത്തിൽ ഇല്ലാത്ത ചില കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നതൊക്കെ. അതുകൊണ്ടൊക്കെയാണ് നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടുന്നത്. KPSC എഴുതി എവിടെ വരുമ്പോ വീട്ടിലേക്ക് വരുമ്പോ കുട്ടിയായിട്ട് വീട്ടിലേക്ക് വരുമ്പോ അങ്ങനെ കരയണമെന്നും ചിരിക്കണതായിട്ടുള്ളൊരു അതിനാരും പറയട്ടെ, ഇനി ശരിക്കും KPSC എഴുതാൻ ഒരു കുട്ടിയായിട്ട് എന്റെ വീട്ടിൽ വന്നാലും അതേ മുഖഭാവം തന്നെ. മനസ്സിൽ പോലും ഞാൻ വിചാരിക്കാത്ത ഒരു കുട്ടിയായിട്ട് ആ സ്ത്രീ ഇങ്ങനെ വീട്ടിലേക്ക് വന്നതെന്ന് ആലോചിച്ചു. ചില ആളുകളൊക്കെ പറയാറുണ്ട് KPSC എഴുതി നിങ്ങൾ ഒരുപാട് പടങ്ങളില് നല്ല ചേർച്ചയായിട്ട് ആലീസങ്ങ് അത് കേട്ടിട്ടുണ്ട്. സിനിമയിൽ 42ഓളം വർഷക്കാലം, വളരെ വലിയൊരു നീണ്ടൊരു കാലയളവാണത്. അരനൂറ്റാണ്ട് തേക്കട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്ന ആദ്യമായിട്ട്. പക്ഷേ ഇന്നസെന്റ് ചേട്ടൻ എന്ന് പറയുന്നത് മലയാള സിനിമയിലെ ഹാസ്യത്തിൻ്റെ ഒരു തൂണാണ്. ശ്രീ ജഗതി ശ്രീകുമാർ, ശ്രീ ഇന്നസെന്റ്, ഈ 2 പേര്. ഇത് വെറും വ്യക്തികളെയോ അല്ലയോ കലാകാരന്മാരെ അനുകരിക്കുന്നതിലൂടെ ഉള്ള ഒരു ഹാസ്യമല്ല, അത് ശാസ്ത്രീയതയാണ്. വ്യക്തികളെ അനുകരിക്കുന്നതിലുപരിയായിട്ട് സമൂഹത്തോട് സംസാരിക്കുന്ന ഒരു വലിയൊരു ഹാസ്യത്തിന്റെ ഒരു ശാസ്ത്രീയത, അത് ഒരു ജീനിയസ് ടച്ചാണ്. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഇത്രയും നീണ്ട കാലം ഹാസ്യത്തിൽ നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ. ചാർലി ചാപ്ലിനെയൊക്കെ പോലെയുള്ളവരെ പോലെ. ഇവിടെ ഈ ഒരു ജീനിയസ് ടച്ച് വളരെ ജനിച്ച് അറിവ് വെച്ചിരിക്കുന്ന കാലം തൊട്ട് തന്നെ അങ്ങനെ ഒരു ജീനിയസ് ടച്ച് ഇന്നസെന്റ് ചേട്ടന് തിരിച്ചറിയാൻ സാധിച്ചിരുന്നോ? അതോ സാഹചര്യങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ സാഹചര്യങ്ങൾ അനുകൂലമായി വന്നുകൊണ്ടൊരു നടനായി മാറിയതാണോ? അതൊന്ന്. 2, ഇതാണ് എൻ്റെ ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്, ഈ സർക്കാസം അല്ലെങ്കിൽ ആക്ഷേപഹാസ്യം എന്നൊക്കെ പറയുന്ന അല്ലെങ്കിൽ ഹാസ്യത്തിന്റെ ഒരു ശാസ്ത്രീയത, അത് സംവിധായകനോ അല്ലെങ്കിൽ ആരെങ്കിലും സജസ്റ്റ് ചെയ്യുന്നതാണോ ഓരോ സീനിന് വേണ്ടി, അതോ സ്വയം ഉണ്ടാകുന്നതാണോ? ഇതെന്റെ വലിയൊരു സംശയമാണ്. ആദ്യത്തെ ചോദ്യത്തിന്റെ ഒരു കാര്യം, ഞാൻ ഒരു ജീനിയസ്, എനിക്ക് അങ്ങനെ ജീനിയസ് കാര്യങ്ങളോ അതിനെപ്പറ്റിയൊന്നും, എനിക്ക് ജീനിയസ് ആയിട്ടുള്ള ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അതൊക്കെ വലിയ കുഴപ്പക്കാരായിട്ടുള്ള ആൾക്കാരാണ്. വെറുതെ തടിയൊക്കെ ഇങ്ങനെ വെച്ചിട്ട് എൻ്റെ പോലെ ജുബയൊക്കെ ഇട്ട് തൊള്ളൊരു സഞ്ചിയൊക്കെ വെച്ചിട്ട് നടക്കുന്ന ആൾക്കാർ, കാര്യമൊന്നും ചോദിച്ചാൽ ഒന്നും അറിയൂല. അങ്ങനെയുള്ള ആൾക്കാരൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്തായാലും ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. അതിൽ നിന്ന് കിട്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ നിങ്ങളോട് പറയുന്നത്.
സിനിമയിൽ കാണിക്കുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന്റെ ഒരു കാര്യം, രണ്ടാമത് ചോദ്യത്തിന്, സിനിമയിൽ ഒരു സീൻ എടുക്കുമ്പോൾ ആ സീനിനേക്കാൾ മുമ്പ് ഇന്നതാണ് സീൻ, ഇന്നസെന്റ് അതിനകത്ത് ഒരു തുടക്കത്തിനൊരു സംഭവം വേണം, എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാക്കുക എന്ന് പറയുന്ന ചില സംവിധായകന്മാരുണ്ട്. പ്രിയദർശൻ, സത്യൻ അന്തിക്കാട്, ഡയറക്ടർ മോഹൻ, സിബി മലയിൽ, എന്നെ അറിയാവുന്ന, അതുപോലെ തന്നെ നമ്മുടെ സിദ്ദിഖൊക്കെ. അപ്പൊ അങ്ങനെ ഒരു സീനിന്റെ ഒറ്റ കാര്യമാണ്. ആ സിനിമയുടെ പേര് ഞാനും ഉർവശി KPS ലളിതയുടെ ഭർത്താവായിട്ട് അഭിനയിച്ച ഒരു സിനിമ, മുഖം കഴുകുമ്പോ പൊന്മുട്ടിയിടുന്ന തട്ടാൻ. അപ്പൊ ആ സീൻ എടുക്കുന്ന സമയത്ത് നിറച്ച ആൾക്കാരാണ് ഇങ്ങനെ ഷൊർണൂര്. അപ്പൊ സത്യൻ എന്നെ വിളിച്ച് പറഞ്ഞു നമുക്ക് സീന് തുടക്കം വേണം. അപ്പൊ തുടക്കം എന്താന്ന് വെച്ചാല്, ഞാൻ എൻ്റെ മകളുടെ വീട്ടിൽ ചെന്നപ്പോ ജയറാം വരുന്നു എന്നുള്ളത് ഞാൻ അറിഞ്ഞു, അത് ഇവിടെ പറയണം. അപ്പൊ ഞാൻ അങ്ങനെ മനസ്സിലാലോചിച്ചു എന്താ അപ്പൊ എങ്ങനെ ഉണ്ടാക്കുക. അപ്പൊ ഞാൻ എൻ്റെ വീട്ടിലെ കാര്യം ആലോചിച്ചു. എൻ്റെ ജ്യേഷ്ഠന് പെണ്ണ് കാണാൻ വേണ്ടി എൻ്റെ അപ്പം പോയിട്ട് അപ്പം തിരിച്ചു വരികയാണ്. അപ്പൊ വരുമ്പോ എനിക്കൊക്കെ അറിയേണ്ടത് ചേട്ടൻ എന്ത് സ്ത്രീധനം കിട്ടുന്നതാണ്, കാരണം അതിൽ നിന്ന് കുറച്ച് കാശ് അടിക്കാലോ, കാരണം വേറെ യാതൊരു മാർഗം എൻ്റെ കയ്യിലില്ല. അപ്പൊ ഇയാൾ ഡോക്ടറാണ്, അന്ന് കാലത്ത് ഡോക്ടറൊക്കെ കിട്ടണമെങ്കിൽ നല്ല കാശ് മുടക്കണം. അപ്പൊ ജ്യേഷ്ഠൻ വന്നുമ്പോ ഞാനും എൻ്റെ ചെറിയ ജ്യേഷ്ഠനും എൻ്റെ ചേച്ചിയും അനിയത്തി കുറെ ആൾക്കാരുണ്ട് നമ്മുടെ വീട്ടിൽ. അപ്പൊ അവരെല്ലാരും, അപ്പൊ അപ്പൻ വന്നതിന് ശേഷം ആദ്യം അന്ന് പൈപ്പില്ല, അപ്പൊ കിണ്ടിയിലെ വെള്ളം എടുത്തു. ആ വെള്ളം എടുത്ത് അപ്പൊ എൻ്റെ അമ്മ ചോദിച്ചു അപ്പൊ അവരെന്താ പറഞ്ഞേ. അപ്പൻ അപ്പൊ അവര് പറഞ്ഞു കിണ്ടിയിലെ വെള്ളം കയ്യിലൊഴിച്ചു, അവരെന്ത് കൊടുക്കും. അപ്പൊ ആ എമൗണ്ടാണ് നമുക്കറിയുന്നത്. പക്ഷെ ഇദ്ദേഹം ഭക്ഷണം കഴിക്കുമ്പോഴാണ് എൻ്റെ അപ്പം പറയണത്, ഞാൻ ചോദിച്ചു നിങ്ങൾ എന്ത് കുട്ടിക്ക് കൊടുക്കും അത് പറ. അപ്പൊ അവര് പറഞ്ഞു, അപ്പോഴാണ് ചോറുള്ള വായിൽ വെച്ചിട്ട് അവിടെ ഞാൻ കുടിക്കും. അപ്പൊ അതിലും അത് പോയി. അപ്പൊ ഈ സാധനം നമുക്ക് ഇതിനകത്ത് ഇട്ടാലും സത്യം പറഞ്ഞ ഇത് മതി. അങ്ങനെയാണ് ആ സീൻ അങ്ങനെ തുടങ്ങുന്നത് തന്നെ. പക്ഷെ അതിനുശേഷം പല റിവ്യൂ കാര്യങ്ങളൊക്കെ വന്നപ്പോൾ പറഞ്ഞു അത് വളരെ ഗംഭീരമായി എന്നാണ് പറയുന്നത്. ഇതൊക്കെ ജീവിതത്തിൽ നമുക്ക് വീട്ടിൽ നിന്ന് കിട്ടുന്ന അനുഭവങ്ങളാണ്. ഞാൻ എൻ്റെ ഒരു ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്, എൻ്റെ ചേച്ചിയെ പെണ്ണ് കാണാൻ വേണ്ടി വരുന്നുണ്ട്. ഇത് ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളതാണ്. അപ്പൊ എൻ്റെ വീട്ടിൽ എൻ്റെ ചേച്ചിയെ പെണ്ണ് കാണാൻ വരുമ്പോൾ ഞാൻ ആ മുറിയിൽ ഇരിക്കുക. ആ മുറിയിൽ നിന്ന് ഞാൻ പുറത്തേക്ക് കടന്നില്ല. കാരണം പെണ്ണ് കാണാൻ വന്നിരിക്കുന്ന ആൾക്കാര് ചെറുക്കൻ്റെ അപ്പൻ, ചെറുക്കൻ, ഇവരൊക്കെയാണ്. അപ്പൊ ഞാൻ വരികയാണെങ്കിൽ അവര് ചോദിക്കും ഇതാരാ, അത് ഇന്നസെന്റ്, ഇയാൾ എന്ത് ചെയ്യണോ? ഇയാളൊന്നും ചെയ്യണില്ല, ഇയാള് വെറുതെ ഇങ്ങനെ ഊണഴിക്കുക, ഉറങ്ങുക, പിന്നെ ടൗണിലേക്ക് പോവുക, സിനിമ സ്വപ്നം കാണുക. അപ്പൊ ആ ഒറ്റ കാരണം കൊണ്ട് മാത്രം, ബാക്കിയുള്ളവരൊക്കെ വക്കീലും മറ്റൊരു മറിച്ചതൊക്കെയാണ്. അപ്പൊ ആ ഒറ്റ കാരണം കൊണ്ട് അവരുടെ കല്യാണം വരെ ചിലപ്പോൾ നടന്നില്ല എന്ന് വരും ഈ ഇങ്ങനെ ഒരു അളിയനെ കാണുമ്പോൾ. അപ്പൊ ഞാൻ അതുകൊണ്ട് മാത്രം അതിൻ്റെ അകത്തിരുന്നു, ആ മുറിക്കകത്തിരുന്നു. അങ്ങനെ അവർ പോയി പെണ്ണ് കണ്ട് എൻ്റെ ചേച്ചി പൗളിൻ എന്ന് പറയുന്ന ചേച്ചിയെ കണ്ട് അവർ പോയി കഴിഞ്ഞപ്പോൾ എൻ്റെ ചേച്ചി എൻ്റെ അടുക്ക വന്ന് അവർക്ക് കൊടുത്ത പലഹാരത്തിന്റെ എന്തോ ഒരു കേക്കിന്റെ പീസ് കൊണ്ടുവന്ന് എൻ്റെ കൈ തന്നിട്ട് പറഞ്ഞു താങ്ക് യു ട്ടോ. ഞാൻ ഒന്ന് ഞെട്ടി, കാരണം ഇവൾ എന്തിനാണ് എന്നോട് നന്ദി പറഞ്ഞത് എന്നാണ്. അവൾ നന്ദി പറഞ്ഞത് നീ പുറത്തേക്ക് വരാഞ്ഞതിന് നന്ദിയാണ് എന്ന് പറഞ്ഞത്. നീ പുറത്തേക്ക് വന്നിരുന്നെങ്കിൽ ഒരു പക്ഷെ അവര് ചോദിക്കും നീ എന്ത് ചെയ്യുന്നു, അപ്പൊ നീ എന്നോട് ചെയ്തൊരു മര്യാദയാണ്, നന്ദി പറഞ്ഞു. ആ നന്ദി പറഞ്ഞപ്പോ എന്റെ കണ്ണ് നിറഞ്ഞുപോയി. ഞാൻ പെട്ടെന്ന് കിണറിന്റെ അടുക്ക പോയി ഒരു ബക്കറ്റ് വെള്ളം കോരി കണ്ണുനീര് ആരും അറിയാതെ കാണാതെ ആ വെള്ളം കൊണ്ട് ഞാൻ ഒരുപാട് പ്രാവശ്യം കഴുകി. കാരണം മനസ്സിലാലോചിച്ചത് എന്നും ഈ മുറിക്കകത്ത് തന്നെ കഴിയേണ്ടി വരുമോ എന്നാണ്. അപ്പൊ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന കാര്യങ്ങളാണ്. ഇന്നും സിനിമയിൽ അങ്ങനെ ഒരു സീൻ വരുമ്പോൾ നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. നിങ്ങളുടെ ജീവിതത്തിലൊക്കെ ഉണ്ടാവും. ഇതെല്ലാവരുടെ ജീവിതത്തിൽ നിങ്ങൾ പലരും അത് അറിയാതെ നടക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതൊക്കെ തന്നെയാണ് നമ്മൾ സിനിമയിൽ. ഈ കിലുക്കം എന്ന് പറയുന്ന സിനിമയ്ക്കകത്താണ് തിലകനെ ചീത്ത പറയുന്ന സീൻ. അത് ആ സീൻ എടുക്കുന്ന സമയത്ത് പ്രിയദർശൻ ചോദിച്ചു നമുക്ക് ഇയാളെ കുറെ ചീത്ത പറയണം, ഈ ജഡ്ജിയെ ഇന്നസെന്റ് നമുക്ക് ആ സീൻ ഉണ്ടാക്കണം.
അപ്പൊ ഞാൻ ആലോചിച്ചപ്പോ എൻ്റെ വീടിന്റെ തൊട്ടപ്പുറത്തുള്ള ചക്കച്ചാമ്പറമ്പിൽ വാറപ്പൻ എന്ന് പറയുന്ന ആളും മഞ്ഞളി ദേവസി എന്ന് പറയുന്ന ടൈലറും തമ്മിൽ വഴക്കുണ്ടായി. മഞ്ഞളി ദേവസിക്കും വലിയ പറമ്പുണ്ട്, വാറപ്പനും നല്ല പറമ്പുണ്ട്. വാറപ്പേട്ടൻ എന്ന് പറയുന്ന ആളുടെ മക്കളൊക്കെ ആഫ്രിക്കയിലാണ്, നൈജീരിയയിലാണ്. അപ്പൊ ഇവർ തമ്മിൽ എതത്തർക്കം, ഏതാന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല എല്ലാവരും. ആ അതിർത്തി തർക്കം വന്നു കഴിഞ്ഞപ്പോ ഇയാൾക്കും കുറെ കാശുണ്ട്, ഈ ടൈലർക്ക് അധികം വിദ്യാഭ്യാസമില്ല. അപ്പൊ ഈ വാറപ്പേട്ടൻ പറഞ്ഞു, എടാ കൊച്ചുദേവസി അത്യാവശ്യം അക്ഷരം പഠിക്കും. ഇപ്പൊ ഇയാള് പറഞ്ഞു, തന്റെ കയ്യിലുള്ള പോലുള്ള കുഴൽപ്പണമൊന്നും എന്റെ കയ്യിലില്ല. അങ്ങനെ അത്രയും പറഞ്ഞപ്പോ അയാൾക്ക് ദേഷ്യം. അപ്പൊ അദ്ദേഹം പറഞ്ഞതാണ്, നീ ആദ്യം അക്ഷരം പഠിക്കും, അതെന്റെ മനസ്സിൽ കൊണ്ടു. അതാണ് നമ്മൾ കിലുക്കം എന്ന് പറയുന്ന സിനിമയിൽ തിലകന് വേണ്ടി ഉപയോഗിച്ചത്. അപ്പൊ ഇതൊക്കെ ജീവിതത്തിൽ കിട്ടുന്ന ചില കാര്യങ്ങൾ ഇതുപോലെ ഒക്കെ വരുമ്പോ നമുക്ക് പലതും ചിലപ്പോൾ കിട്ടാം, അല്ലേ? ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഒന്നുമില്ല. ഞാൻ ഒറ്റ ഒരു ചോദ്യം ചോദിക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് വേറെ ജോലിയൊന്നും ഇത്രയും നേരെ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചാൽ അവനവൻ നാളെ വർക്കില്ലേ? നാളെ ഞായറാഴ്ച. അപ്പൊ ഒരു കാര്യം ചെയ്യും, അപ്പൊ നിങ്ങൾ ഇവിടെ ഇരിക്കാൻ തന്നെ തീരുമാനം. നിങ്ങൾ ഇവിടെ ഇരുന്ന് ഞാൻ നാളെ കാലത്ത് വരും. അഭിനയിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ 5 ഏറ്റവും നല്ല നടന്മാരെ എടുത്താൽ അതാരായിരിക്കും? അതിലൊരാള് ഞാൻ തന്നെ. പറഞ്ഞുതരാം. അവാർഡിനുണ്ടായിരുന്നു. അപ്പൊ ഈ സ്ക്രോളിങ് പോയിക്കൊണ്ടിരിക്കുകയാണ് ടി വിയിൽ. അപ്പൊ കാണുന്നത് അമിതാഭ് ബച്ചൻ, മമ്മൂട്ടി, ഇന്നസെന്റ്. അപ്പൊ ഞാൻ അലീസിനോട് റെഡി, നമ്മുടെ കയ്യിൽ വന്ന് വീണോ? അങ്ങനെ കുറച്ചു നേരം നോക്കിക്കൊണ്ടിരുന്നപ്പോ ഇന്നസെന്റ് പോയി. പിന്നെ അമിതാഭ് ബച്ചനും മമ്മൂട്ടി. ആ സമയത്ത് എന്റെ മനസ്സിൽ തുറന്നു പറയുകയാണ്, ഇയാൾക്ക് കിട്ടരുതാർക്ക്, മമ്മൂട്ടിക്ക്. എന്റെ മനസ്സിൽ തോന്നിയതാണ്. എന്തിനാണ് ഞാൻ അങ്ങനെ ആലോചിച്ച് എനിക്ക് ഇപ്പോഴും പിടികിട്ടില്ല. കാരണം അയാൾ എൻ്റെ സുഹൃത്ത്, അമ്മയിൽ അംഗം, എൻ്റെ കൂടെ വളരെ അടുപ്പുള്ള ആളാണ്. ഞാൻ എന്തിനങ്ങനെ ആഗ്രഹിച്ചു. പക്ഷെ അദ്ദേഹവും പോയി. അവസാനം അമിതാഭ് ബച്ചനെ കിട്ടി. പിന്നെയാണ് ഞാൻ എൻ്റെ മനസ്സിൽ. അപ്പൊ ഇതൊക്കെ മനുഷ്യന് തോന്നുന്ന ചില കാര്യങ്ങളാണ്. പെട്ടെന്ന് അങ്ങനെ തോന്നിപ്പോയി. ഞാൻ അത് മമ്മൂട്ടിയോട് പറഞ്ഞു, എനിക്ക് അങ്ങനെ തോന്നി. നമ്മുടെ സ്വന്തം ആള് അയാൾക്ക് കിട്ടിയൊരു മലയാളിയാണ്, അദ്ദേഹം നമ്മുടെ സുഹൃത്താണ്. അപ്പൊ ഇതൊക്കെ മനുഷ്യന്റെ മനസ്സിലുള്ള ചില കാര്യങ്ങളാണ്. എനിക്ക് തോന്നിയ ആ സമയത്ത് അത് ഇയാൾക്ക് കിട്ടരുത്, അയാൾക്ക് കിട്ടിയാലും കുഴപ്പമില്ല. എന്താ അയ്യോ എന്ന് പറഞ്ഞാൽ കിട്ടണോ? സോറി, ഞാനിപ്പോഴും അത് തന്നെയാണ് ആലോചിക്കുന്നത്, അയ്യോ എന്നാണ്. ഓക്കെ, ഇനി എന്താ വേണ്ടേ? ഈ കലാസായാഹ്നം ഇന്നിവിടെ പൂർണ്ണമാവുകയാണ്. ഇന്നിവിടെ നന്ദി പറയേണ്ട അവസരത്തിൽ എൻ്റെ മനസ്സിലേക്ക് ആദ്യം കടന്നു വരുന്നത് KSAയുടെ ശക്തി സ്രോതസ്സായ നിങ്ങൾ ഓരോരുത്തരും. ഇതിൽ പങ്കെടുത്ത് ഇതൊരു വൻ വിജയമാക്കി തീർത്ത നിങ്ങൾക്ക് ഇവർക്കും നന്ദി രേഖപ്പെടുത്തി. ഇന്നിവിടെ നമുക്ക് വേണ്ടി കലാവിരുന്ന് തീർത്ത എല്ലാ നമ്മുടെ കൊച്ചു കൂട്ടുകാർക്കും മറ്റ് നമ്മുടെ KSA അംഗങ്ങൾക്കും കൃതജ്ഞത രേഖപ്പെടുത്തി. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി കേരളത്തിൽ നിന്ന് ഇവിടെ എത്തിച്ചേർന്ന ശ്രീ ഇന്നസെന്റ്, ശ്രീ കലാഭവൻ ജോഷി എന്നിവർക്കും നന്ദി രേഖപ്പെടുത്തി. ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി നമുക്ക് സാമ്പത്തികമായി സഹായം ചെയ്ത എല്ലാവരെയും ഈ അവസരത്തിൽ സ്മരിച്ചു. ഇനി അടുത്ത പരിപാടി മലയാളത്തിൻ്റെ പ്രിയ താരങ്ങളായ ശ്രീ ഇന്നസെന്റിനും കലാഭവൻ ജോഷിക്കും ചില ചെറിയ പാരിതോഷികങ്ങൾ സമ്മാനിക്കുക എന്നുള്ളതാണ്. ഇതിനായി ശ്രീ ഇന്നസെന്റിനെയും അദ്ദേഹത്തിന് പാരിതോഷികം കൊടുക്കുന്നതിന് വേണ്ടി ശ്രീ ഗോപാലിനെയും ഈ വേദിയിലേക്ക് ക്ഷണിച്ചോളൂ. ശ്രീ കലാഭവൻ ജോഷിക്ക് പാരിതോഷികം നൽകുന്നതിന് വേണ്ടി ശ്രീ മുകുന്ദനെ ഈ വേദിയിലേക്ക് ക്ഷണിച്ചോളൂ.